I'm Dr. Mark Petty from Melbourne, Australia. ഹലോ, എൻ്റെ പേര് എൽദോ കോശി. ഞാൻ 25 വർഷം ആയി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഡെൻകെയർ ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഡോക്ടർ മുഹമ്മദ്. അപ്പോൾ ഡെൻകെയറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളുടെ രാജ്യത്തെ ഡെൻറ്റിസ്ട്രിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. ഇനിയും അവരും വളരും, ഡെൻറ്റിസ്ട്രിയും വളരും. And I've just had the pleasure of being shown around this amazing laboratory here at DenCare. Just the most amazing, sophisticated and organised laboratory, and I thank the laboratory for hosting me and showing me around, showing me their beautiful work and their systems, and the owner of the company hosting me and sharing his time with us. ഞാൻ ഇവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഓരോ തവണ വരുമ്പോഴും ടെക്നോളജിയിലും മറ്റും ഉണ്ടാകുന്ന ഉന്നമനങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ടെക്സ്റ്റ് ബുക്സിൽ മാത്രം കണ്ടിട്ടുള്ള പല മെഷീൻസും ഇവിടെ കാണാൻ എനിക്ക് സാധിച്ചു. ഞാൻ പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള ഡെൻറ്റിസ്റ്റുകളായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള പല ഫെസിലിറ്റീസും പല വിദേശ രാജ്യങ്ങളിലും ഇല്ല എന്നെനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഫോർ എക്സാമ്പിൾ, ടൈറ്റാനിയം കാസ്റ്റ് മെഷീൻ പല രാജ്യങ്ങളിലും അവർ കേട്ടിട്ട് പോലുമില്ല. അതുപോലെ DMLS എന്നൊരു സംഭവം പല രാജ്യങ്ങളിലും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ, അതും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണെന്ന് തന്നെ അഭിമാനിക്കാം നമുക്ക്. കാരണം ഡെൻകെയർ ഇതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു തരുന്നുണ്ടല്ലോ എന്നതിൽ പ്രൗഡായി നമുക്ക് അഭിമാനിക്കാം. നമ്മൾ അവരോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം. കാരണം ഇത്രയധികം ഡെൻറ്റിസ്ട്രിയുടെ ടോപ്പ് ഗ്രേഡ് ഡെൻറ്റിസ്ട്രി നമ്മുടെ മുമ്പിലെത്തിക്കാൻ അവർക്ക് സാധിച്ചതിൽ. 2009 മുതലാണ് ഡെൻകെയറുമായിട്ടുള്ള എൻ്റെ ബന്ധം. വർക്കിൻ്റെ കാര്യത്തിലായാലും അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ടെക്നോളജി ചേഞ്ച്, അവരെത്ര പെട്ടെന്നാണ് അതിലേക്ക് അത് ഗ്രാബ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിവിടെ വന്നാൽ അറിയാൻ പറ്റും. ഡിജിറ്റലൈസേഷനും എല്ലാം നമുക്ക് ആ ഫാസ്റ്റ് ഗ്രോത്ത്, ആ ഡെൻറ്റിസ്ട്രിയിലുള്ള എല്ലാ ചേഞ്ചസും ഡെൻകെയറിൽ കാണാൻ പറ്റും. പിന്നെ വർക്കിൻ്റെ കാര്യത്തിൽ ഇന്ന് വരെ ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. എല്ലാ ടെക്നീഷ്യൻസും, നമുക്ക് ടെക്നീഷ്യൻസ് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ അവരുടെ സർവീസ്, അവരുടെ മാർക്കറ്റിംഗ് ആൾക്കാരായാലും ക്ലിനിക്കിൽ വന്ന് കളക്ട് ചെയ്യുന്ന ആൾക്കാരായാലും അവരുടെ പ്രോംപ്റ്റ്നെസ് അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡെഡിക്കേഷൻ, അവരുടെ പ്രൊഫഷണലിസം, അതൊക്കെ വളരെ അധികം അപ്രിഷ്യേറ്റ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ് ടീം ഡെൻകെയർ. Thank you very much.